ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഭാഷിൻ്റെയും നിധിയുടെയും സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ ചാനലാണ്. ആ പുതിയ ചാനലിൽ തന്നെ പുതിയ വിശേഷവുമായിട്ട് എത്താൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. എന്തായാലും സുഭാഷിൻ്റെയും നിധിയുടെയും കഥയെന്ന് പറയുന്ന ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കഥയാണ്. വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയിലാണ് ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ കടന്നു പോകുന്നത്. കാരണം സുഭാഷിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാകുന്ന അവസ്ഥയിലാണ്. ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്, സ്ത്രീകൾ വാഴിയേറാത്ത ഈ വീട്, അങ്ങനെ സമൂഹത്തിൻ്റെ മുൻപിൽ നിന്ദിക്കപ്പെട്ട ഒരു വീട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഒരു വീട്ടിൽ ജനിച്ചു കൊള്ളുന്ന ഈ സുഭാഷ് സ്വഭാവത്തിൽ സൽഗുണനും അതുപോലെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് തൻ്റെ സഹോദരങ്ങളെയും തൻ്റെ അച്ഛനെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. എങ്കിലും തനിക്കൊരു വിവാഹം കഴിക്കുവാൻ കഴിയാത്തതിൽ വളരെ നിരാശയോടുകൂടി 13 വിവാഹാലോചനകൾ നടത്തുന്ന ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. വളരെ ആഗ്രഹത്തോടു കൂടി പോയി പെണ്ണ് കാണേണ്ട 13 വിവാഹങ്ങൾ നടക്കാതെ വരിക, അല്ലെങ്കിൽ പെണ്ണ് കാണലും അത് സങ്കടത്തോടു കൂടി ചായ കുടിച്ച് മടങ്ങേണ്ടി വരുന്ന സുഭാഷിനെ ഒരുപാട് തൻ്റെ സഹോദരങ്ങൾ പോലും കളിയാക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാലും അവിടെയൊക്കെ പിടിച്ചു നിന്ന് വീണ്ടും ഇവിടെ ഒരു പെണ്ണിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം വേണമെന്നൊരു ആഗ്രഹത്തോടു കൂടി തൻ്റെ കുടുംബത്തിന് വേണ്ടി വീണ്ടും പെണ്ണ് കാണാൻ പോവുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പെണ്ണ് കാണാൻ പോകുന്നത് വേറെ എങ്ങുമല്ല, നമ്മുടെ കഥയിലെ നായികയായ നിധിയുടെ വീട്ടിലേക്കാണ്. നിധി സമ്പന്നയാണ്, അതുപോലെ എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ നമ്മളിന്ന് പ്രമോശേഷം പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഈ വ്യക്തികൾ, ഈ കുടുംബത്തിലേക്ക് നമ്മുടെ സുഭാഷ് പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. ബ്രോക്കർ വഴി പെണ്ണ് കാണാൻ ചെല്ലുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി നാളത്തെ എപ്പിസോഡ് സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് അവരെ അകത്തേക്ക് വിളിക്കുന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ചില സ്ത്രീകൾക്ക് ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം 5 പുരുഷന്മാരാണല്ലോ പെണ്ണ് കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ ഉണ്ടാകുകയാട്ടോ ആദ്യം തന്നെ. എന്തായാലും ചില ചോദ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ സുഭാഷിൻ്റെ വീട്ടുകാർ, സഹോദരങ്ങളും അച്ഛനുമൊക്കെ പെട്ടുപോകുന്ന ഒരവസ്ഥയൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷത്തിലൂടെ കാണുന്ന. എന്തായാലും ചായയൊക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്തായാലും നമ്മുടെ സുഭാഷിനെ നമ്മുടെ നിധിയുടെ വീട്ടുകാർക്ക്, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വലിയ കുടുംബം, വലിയൊരു ഫാമിലിയുണ്ട്, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം സൗമ്യമായ സ്വഭാവമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണാനും നല്ല സുന്ദരനായതുകൊണ്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് അതിനുശേഷം ചായ കുടിയായി. അങ്ങനെ ചായയുമായിട്ട് വരുന്നത് നമ്മുടെ നിധിയാണ്. നിധി വളരെ ഏതായാലും വിവാഹമൊക്കെ വേണ്ടെന്ന് നിർബന്ധം പിടിച്ചുവെങ്കിലും നമ്മുടെ സുഭാഷിനെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാട്ടോ. അങ്ങനെ സുഭാഷിനെ കണ്ടതേ ചായയുമായിട്ട് വരുന്നു, ചായ കൊടുക്കുന്നു, പേരൊക്കെ ചോദിക്കുന്നു. അങ്ങനെ വിവാഹത്തിൻ്റെ അല്ലെ പെണ്ണ് കാണൽ ചടങ്ങുകളൊക്കെ കഴിയുന്നു. ഇതിനിടയിൽ അവിടെ നിൽക്കുന്ന നിധിയോട് പെട്ടെന്ന് സുഭാഷ് തൻ്റെ ഒരു പരിപ്പോടയും ചായയും കുടിച്ചിട്ട് ഈ പരിപ്പോട ആരാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഈ ആഹാരത്തെക്കുറിച്ച് ചില ചോദ്യങ്ങളും ചില സംശയങ്ങളൊക്കെ സുഭാഷ് പറയുകയാട്ടോ. പിന്നെ അവിടെ കാണുന്നത് ഒരു പെണ്ണുകാണൽ ചടങ്ങല്ല, ഒരു പഠനം തന്നെയായിരുന്നു. അങ്ങനെ തൻ്റെ അനുഭവത്തിൽ നിന്നുള്ള, പാചകത്തിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നൊക്കെ നമ്മുടെ സുഭാഷ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് പരിപ്പോട ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പരിപ്പോട മിതമായി എണ്ണയിൽ വേണം ഇത് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും ഇതൊക്കെ കേൾക്കും മറ്റുള്ളവർക്ക് ചിരി വരികയാണ്. അപ്പം നമ്മുടെ നിധിക്കും ചിരി വരുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് നമ്മുടെ സുഭാഷിൻ്റെ ക്യാരക്ടർ അങ്ങ് ഇഷ്ടപ്പെടുകയാണോ. അതിനുശേഷം പറച്ചിൽ മാത്രമല്ല, നമ്മുടെ സുഭാഷ് പെട്ടെന്ന് പോയി കിച്ചണിലേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലുകയും നിഷ്കളങ്കമായ സ്വഭാവത്തോടു കൂടി ചെല്ലുകയും കിച്ചണിൽ ചെന്ന് ഈ പരിപ്പോട ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡ് കാണാം. ഇപ്പോൾ ഇത് കണ്ടതേ നമ്മുടെ നിധിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലും നിധി ഇയാളെ കൊണ്ട് തോറ്റല്ലോ എന്നൊക്കെ പറയുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിന് അപ്പുറം വേദനിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ സുഭാഷിൻ്റെ വീട്ടുകാരോട് ചോദിക്കുകയാണ്, ഈ സ്ത്രീകളില്ലാത്ത വീട്ടിലേക്ക് എങ്ങനെയാണ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് മുൻപിൽ സുഭാഷിൻ്റെ അച്ഛനും സഹോദരങ്ങളുമൊക്കെ അടിപതറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതോടുകൂടി സുഭാഷിനും മറ്റ് സഹോദരങ്ങൾക്കും മനസ്സിലായി ഈ വിവാഹ ആലോചനയും ഇവിടെ കൊണ്ട് പര്യവസാനിച്ചു എന്ന് കരുതുകയും അങ്ങനെ ഒടുവിൽ ചില എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞ് സുഭാഷിനെയും തൻ്റെ സഹോദരനെയും അച്ഛനെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു ഭാഗമൊക്കെയാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് സുഭാഷ് ഇറങ്ങിപ്പോകുന്നതെങ്കിലും നിധിയെ മനസ്സിനുള്ളിൽ നിധിയെ അത്രത്തോളം ഇഷ്ടപ്പെടുകയും നിധിക്ക് നമ്മുടെ സുഭാഷിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചില അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത്. പിന്നെ വീണ്ടും നാളത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.